നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്ന വ്ളോഗാണ്. പക്ഷേ ഇന്നത്തെ സ്നാക്സ് മാസ്റ്റർ ഞാനല്ല, മിസ്റ്റർ എവിടെയാണ് നീ ഇതിലേത് അഖിൽ കൃഷ്ണനാണ്. സോ പാല്, മുന്തിരി, കാഷ്നട്ട്, പിന്നെ കടിച്ചു മുറിക്കാനുള്ള സാധനങ്ങൾ. സോ നമുക്ക് നോക്കാം അഗീന് എന്തുണ്ടാക്കണമെന്ന്. അഗി എന്തുണ്ടാക്കണേ? കായ്പോള. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ. കണ്ണൂരല്ലേ കായ്പോള? പിന്നെ എവിടെയാ? മലബാറിന്റെ വിപ്ലവമായിട്ടുള്ള കായ്പോളയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ട കുറവായിട്ടാണാടാ ഗൈസ്. എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യണം. ഞാൻ ഇവിടെ കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. രണ്ടും ഒരേ ID തന്നെ. അപ്പം നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യും, നമുക്ക് അവിടെയും മീറ്റ് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ വാട്ട് വി ആർ ഡൂയിങ്. വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അവനാ കാണുന്നത്. ആ വീഡിയോ കൂടെ ഓഫ് ചെയ്ത് അങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, അതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇടുക. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പഞ്ചസാര ഇടണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു മുട്ട ഒട്ടിച്ചിട്ടു. അതെ, മുട്ട ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. പന്ന മുട്ട എങ്ങനെയാണെങ്കിൽ സാധനം മൊത്തം ചീത്തയും. അതുകൊണ്ട് സൂക്ഷിച്ച് കെയർഫുള്ളി ഇടണം. ദൈവമേ, അടുത്ത മുട്ട ഇട്ടു. 2 മുട്ട മതിയോ? ഓക്കെ. എനിക്കറിയത്തില്ല, നീ എല്ലാം ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ദ എഗ് മാസ്റ്റർ അല്ലേ, ഷെഫ് മാസ്റ്റർ, അവർ കിച്ചൺ മാസ്റ്റർ. അപ്പം അത് പിന്നെ അതേപോലെ നമ്മൾ പഴവും കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മുട്ടയും പഞ്ചസാരയിട്ട് അടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാല് വേണ്ടടാ. പിന്നെ കാഷ്യൂം കിസ്മിസും നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇളനാടിൻ്റെ പാല് മേടിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഗൈസ്, ഞാൻ നെയ്യ് മേടിക്കാൻ വേണ്ടി പോയതാണേ. നമ്മുടെ താഴെ തന്നെ കടയുണ്ട്, അപ്പം അവിടെ പോയി നമ്മൾ നെയ്യൊക്കെ മേടിച്ചു. ഇനി നമ്മുടെ പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നേരത്തെ പാൽ വെച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് ഏലക്ക എടുത്ത് അത് പൊടിച്ച് അതിനകത്തോട്ട് ഇടണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് ഏലക്കയുടെ തൊലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുഞ്ഞു സാധനം ഉണ്ടല്ലോ, അത് ഇടിച്ച് പൊളിച്ചിട്ടാൽ മതി. കായ ഇടിച്ച് പൊളിച്ച് ഇട്ടാൽ മതിയേ. ഈ വീഡിയോ കണ്ടാണ് നമ്മൾ ചെയ്യണത്. ഇളക്കും വീഡിയോ. നമ്മുടെ സ്വന്തം വീടാണ്, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇടിച്ച് പൊളിച്ച് വെച്ചെടുത്താലും കുഴപ്പമില്ല. ബിക്കോസ് നമ്മുടെ സ്വന്തം വീടാണല്ലോ, നമ്മൾ മാത്രം നമ്മുടെ സ്വന്തം വീട്. അങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കും. ഇതാണ് വില്ലേജ് കുക്കിംഗ് എന്ന് വെച്ചാൽ ഗ്രാമവാസികൾ കുക്ക് ചെയ്യുന്ന സ്ഥലം. എടാ അതിങ്ങോട്ടെടുത്ത് അതവിടെ ഇടല്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ടേ. ഏലക്കയുടെ ബാക്കി തോട് ഇവിടെ വയ്ക്കും, മോളിൽ വയ്ക്കും. ബാക്കിയൊക്കെ അതിനകത്തിട്ടാ ഇടത്ത്. ബാക്കി ഏലക്കേന് ഈ ഒരു തോട് മാത്രമാണ് നമുക്ക് കിട്ടിയത്. അടുക്കളയിലേക്ക് ആണോ? അപ്പോൾ നമ്മൾ പഴം നുറുക്കും. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു, തീ കൊടുത്തു. അതിനുശേഷം അതിലോട്ട് നെയ്യ് ഒഴിച്ചു. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഇടാൻ പോവാണ്, എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. അതിനകത്തോട്ടിട്ടു നന്നായിട്ട് വറുത്തെടുക്കണം. കാഷ്യൂസ് ഇട്ടു. ഇനി അടുത്തതായിട്ട് അത് കുറച്ചൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മുന്തിരി കൂടി ഇടണം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മുന്തിരി കൂടി ഇട്ടിട്ടുണ്ട്.
ഇനി നമ്മുടെ അത് ഓൾമോസ്റ്റ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മതി കരിയുന്നു. ശരിയാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് അവരെയും കൂടി ഇങ്ങോട്ട് എടുക്കും. ഇത് നമുക്ക് മാറ്റിക്കാം, അല്ലെങ്കിൽ ടെമ്പറിങ്. ഇനി ബാക്കിയുള്ള പഴവും കൂടി നമുക്ക് ഇതിനകത്തോട്ടിടാം. ഈ പഴം നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണം. ഇപ്പോൾ വാഴ ഇത് വെന്ത് വരാൻ വേണ്ടി എത്ര നെയ്യ് വേണമെന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് വേണം നിങ്ങളതിടാൻ. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് ഒന്ന് സെറ്റാവും. അരി വിയർത്ത് കുടിച്ച് ഞാനും അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. കാരണം ആ പാത്രത്തിൽ ഇരുന്ന് തണുക്കത്തില്ല. ഇതൊന്ന് തണുക്കണം. ഇനി ഈ അടിച്ചു വെച്ചേക്കണ മുട്ടയും പാലും പിന്നെ അതിൻ്റെ കുറച്ച് പഞ്ചസാരയുണ്ട്, പിന്നെ ഏലക്ക ഇങ്ങനെ പൊടിച്ച കഷ്ണമുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ വറുത്ത റോസ്റ്റാക്കിയ പഴവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിങ്ങനെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല പച്ചമുട്ട ടേസ്റ്റ്. അതിന് കുറച്ച് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. നെയ്യ് എല്ലാ വശത്തേക്കും സ്പ്രെഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇത് അതിലുള്ളിൽ അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഫ്ലിപ്പ് ചെയ്തായിരുന്നു ഇടയ്ക്ക്. അത് നമ്മൾ എടുത്തില്ല, കാരണം അപ്പുറത്തെ റൂമില്ലായിരുന്നു. ചൂടാ ചൂട്. മുട്ടയാണെന്ന് പറയത്തേനെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഇവിടെ എവിടെയെങ്കിലും കണ്ട് ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ട്രൈ ചെയ്യണം. ഇത് ട്രൈയും കൂടി ചെയ്യണം.